പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ളത് നീ എന്താ വീണ്ടും ടാറ്റ എടുക്കാൻ കാരണം? ഞാനതാ ചോദിച്ചത് ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സഫാരി ഉണ്ട്, പിന്നെ നീ വീണ്ടും എന്താ ടാറ്റയിലോട്ട് പോയെന്ന് വെച്ചാൽ ഒരു വണ്ടി എടുക്കുമ്പോൾ വീണ്ടും ടാറ്റ വേറൊന്നും എടുക്കണ്ടേ എന്നാണല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടാറ്റയുടെ യൂസർ ആവുന്നത് ഒരു 2 കൊല്ലം മുമ്പാണ് സഫാരി എടുക്കുക. പക്ഷെ സഫാരി എടുത്തിട്ട് എനിക്ക് ഇന്നേ നിമിഷം വരെ എനിക്കൊരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല. സർവീസ് സെന്ററിൽ നിന്നും ഉണ്ടായിട്ടില്ല, വണ്ടിയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. എവിടെയും വണ്ടി വഴി കിടത്തുവോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബഗ്ഗുകളോ അങ്ങനെയുള്ള കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും നോർമൽ സർവീസ് തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സർവീസിന് ചെന്ന് കയ്യിൽ തിരിച്ച് വണ്ടി കിട്ടുമ്പോഴാണെങ്കിലും പക്കായിട്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് ലെക്സോൺ തെള്ളകത്തു നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഷോറൂമാരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. പക്ഷെ എന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി കൊടുക്കുന്നതും അവിടെ നിന്ന് വണ്ടി എടുക്കുന്നതുമാണ്. അതെ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, യൂസർ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയണം. പിന്നെ ഈ വണ്ടിയായിട്ട് എനിക്ക് യാത്ര ചെയ്യുമ്പോഴൊന്നും തന്നെ ഒരു ഇത് ഒരു ആക്ച്വലി ഇതിൻ്റെ അകത്ത് കയറി ക്യാബിൽ ഇരിക്കുമ്പോൾ ഒരു വലിയ വണ്ടിയിൽ പോകുന്ന അതേ സെയിം ഇത് തന്നെയാണ് വരുന്നത്. അതായത് ഒരു ചെറിയ വണ്ടി, മറ്റേ ഈ എന്താ പറയുന്നത്, കുഞ്ഞു വണ്ടിയായിട്ട് സഫാരിന്ന് കയറി ഇതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുമ്പോൾ വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല.